ഹലോ ഫ്രണ്ട്സ്, എല്ലാ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ലെക്ചറായത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചായിരുന്നു? നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എല്ലാം പഠിച്ചായിരുന്നു അല്ലേ? സൈൻ ഇൻവേഴ്സ് സെറ്റ്സും കോസ് ഇൻവേഴ്സ് സെറ്റ്സും അങ്ങനെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് എല്ലാം പഠിച്ച ആ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെ എന്ത് നമ്മൾ പഠിച്ചായിരുന്നു? ഡൊമൈൻ റേഞ്ചും ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സസൈസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ NCERT-യിലെ 2.1 എന്ന് പറയുന്ന എക്സസൈസ് ആണ് നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2.1 എക്സസൈസിനകത്ത് അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല വർക്കൗട്ട് ചെയ്യുന്നത്, കുറച്ചധികം ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചിലപ്പം എക്സാമൊക്കെ ടഫ് ആവുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് വേണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ കാര്യങ്ങളുണ്ടല്ലോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റേഞ്ചും ഡൊമൈനും വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. പിന്നെ ബേസിക് ആയിട്ട് നമ്മുടെ സൈൻ 30, സൈൻ 45, സൈൻ 90, സൈൻ 60 അങ്ങനത്തെ ഒക്കെയുള്ള വാല്യൂസ് ഉണ്ടല്ലോ, സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തുള്ള വാല്യൂസും കൂടെ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാം, കാരണം +1 നമ്മൾ കുറേ കേട്ടാൽ കണ്ട വാല്യൂസ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2.1 എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, നമുക്കിവിടെ താഴെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് അതിൻ്റെ എല്ലാം എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. എന്തുവായിരുന്നു പ്രിൻസിപ്പൽ വാല്യൂസ്? നമ്മൾ പഠിച്ചതല്ലേ, നമുക്കറിയാം. ഇതാ നോക്കിയേ, നമ്മുടെ സൈൻ ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ്റെ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടം വരായിരുന്നു? നമുക്കറിയാം. റേഞ്ച് എവിടെ തൊട്ട് എവിടം വരായിരുന്നു? -π/2 മുതൽ +π/2 വരെ നമ്മൾ പഠിച്ചായിരുന്നില്ലേ? അതേപോലെ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 മുതൽ +1 വരെ. ഓക്കെ, ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഈ -π/2നും +π/2നും ഇടയ്ക്കുള്ള y വാല്യൂസിനായിരുന്നു നമ്മൾ എന്താ വിളിച്ചത്? പ്രിൻസിപ്പൽ വാല്യൂസ് എന്ന് വിളിച്ചത് അല്ലയോ? സൈൻ്റെ കേസിൽ -π/2നും +π/2നും ഇടയിലുള്ള ആ വാല്യൂസിനെ, y വാല്യൂസിനെ നമ്മൾ എന്താ വിളിച്ചത്? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിച്ചത്. സോ ഇവിടെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? പ്രിൻസിപ്പൽ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ നോക്കിക്കോ. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ഈസിക്കൽ എന്തെന്ന് വിളിക്കുക? y എന്നങ്ങ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം സൈൻ y ഈസിക്കൽ എന്താ? -1/2. സൈൻ y ഈസിക്കൽ ടു -1/2. ഇനി സൈൻ്റെ ഏത് വാല്യൂവിന്, വൈക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് -1/2 കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇനി ആ ഇട്ട് കൊടുക്കുന്ന y വാല്യൂ എവിടെ ഇരിക്കണം? -π/2നും +π/2നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ എന്ത് വിളിക്കാൻ പറ്റൂ? പ്രിൻസിപ്പൽ വാല്യൂ എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സൈൻ്റെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. സൈൻ y ഈസിക്കൽ ടു -1/2. നിങ്ങൾ ആദ്യം എന്ത് നോക്കുക? മാഗ്നിറ്റ്യൂഡ് നോക്കുക. എന്ത് നോക്കുക? മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ? 1/2 അല്ലേ മാഗ്നിറ്റ്യൂഡ് കിടക്കുന്നത്? 1/2. നമുക്കറിയാം സൈൻ എത്ര? 1/2. സൈൻ π/6 ആണെന്തോന്ന്? 1/2 എന്ന് പറയുന്നത്. സൈൻ π/6 ആണെന്തോന്ന്? 1/2 എന്ന് പറയുന്നത്. ഇനി ഈ സൈൻ ഇൻവേഴ്സിൻ്റെ കണക്കുകൾ വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഒറ്റ പ്രോപ്പർട്ടി ഉള്ളൂ. ഇതാ നോക്കിയേ, സൈൻ ഓഫ്, നിങ്ങൾ ട്രിഗണോമെട്രി പഠിക്കുന്ന പ്രോപ്പർട്ടി അത്. സൈൻ ഓഫ് -θ ഈസിക്കൽ എന്താ? -sin θ. ഈ പ്രോപ്പർട്ടി അറിയാമോ? അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ ഓഫ് -π/6 എന്താ? -sin π/6 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി സൈൻ ഓഫ് -π/6 ഈസിക്കൽ ടു എന്താ? sin π/6 എന്താ? നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. sin π/6 എന്താ? 1/2. സോ ഇതെന്ത് വരും? -1/2. സോ π/6 ആണ് 1/2 വരുന്നെങ്കിൽ -1/2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? π/6 1/2 കിട്ടണമെങ്കിൽ -1/2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? -π/6 എടുത്താൽ മതി. അപ്പം എനിക്ക് മനസ്സിലായി വൈയുടെ വാല്യൂ എന്താ? -π/6. നിങ്ങൾ നോക്കിയാൽ -π/6 എവിടെ വരും? -π/6 ദാണ്ട് ഇവിടെ വരും. ക്ലോക്ക് വൈസിൽ π/6 അളന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് എന്തോന്ന്? -π/6 എന്ന് വിളിക്കുന്നത് ഇല്ലയോ? ക്ലോക്ക് വൈസിൽ π/6 അളന്നാൽ നമ്മൾ എന്ത് വിളിക്കും? -π/6. നോക്കി, ഈ -π/6 എന്ന് പറഞ്ഞാൽ -π/2നും +π/2നും ഇടയിലുള്ള ഒരു ആംഗിൾ അല്ലയോ? ആണ്. സോ ഈ -π/6 എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ വാല്യൂ ആണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഏത് കണക്ക് വന്നാലും സിമ്പിളി ചെയ്യാൻ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് നോക്കി നമുക്കറിയാം സൈൻ π/6നാണ് 1/2 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ π/6ന് എന്ത് കൊടുത്താൽ മതി? -π/6 കൊടുത്താൽ നമുക്ക് ആരെ കിട്ടും? -1/2 കിട്ടും. ഓക്കെ, സോ y ഈസിക്കൽ ടു എന്തെന്ന് കിട്ടി? -π/6 എന്ന് കിട്ടി. ഓക്കെ, ഇനി ദാണ്ട് ഇങ്ങനെയും കൂടെ എഴുതുക. y എലമെന്റ് ഓഫ്
-π/2 ടു +π/2 അല്ലയോ? ഈ -π/6 എന്ന് പറയുന്നത് എവിടെ? -π/2നും +π/2നും ഇടയിലുള്ള ആംഗിൾ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ എന്തായി? ആൻസറായി. ഈസി അല്ലേ കണ്ടുപിടിക്കാൻ? ഈസി കണ്ടുപിടിക്കാൻ. ഇനി ഞാൻ അങ്ങനെ ആണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ദാണ്ട ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ പറയാൻ പറ്റും. ഇതാ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് -√3/2. ക്വസ്റ്റ്യനാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് -√3/2. അപ്പോൾ സൈൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്തുവാ? മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ? √3/2. √3/2 കിട്ടുന്ന ആംഗിൾ എന്തുവാ? π/3. √3/2 കിട്ടുന്ന ആംഗിൾ എന്താ? π/3. ഇനി നമുക്ക് കിട്ടേണ്ട എന്തുവാ? -√3/2. സോ എന്തായിരിക്കും ആൻസർ? -π/3. ഈസി അല്ലയോ? ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ദാണ്ട് ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ എഴുതണം. നിങ്ങൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു MCQ ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ദാണ്ടെ നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഈസി അല്ലയോ ചെയ്യാൻ? ഈസിയായി ചെയ്യാൻ. ഓക്കെ. അപ്പം സൈൻ്റെ കാര്യമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലേ? ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിനകത്തൊരു നെഗറ്റീവും കൂടി ഇട്ട് കൊടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് വെക്കുക, മാഗ്നിറ്റ്യൂഡ് വെച്ച് ആംഗിൾ കണ്ടുപിടിക്കുക, ആ ആംഗിളിന് ഒരു നെഗറ്റീവും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണോ? ഓക്കെ. സോ നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. ഓക്കെ, നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാം. y = എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. നമുക്ക് തന്നേക്കുന്നത് ഇങ്ങനെ. ഓക്കെ, y = കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. അല്ലെങ്കിൽ നമുക്ക് എഴുതാം കോസ് y = എന്തെന്ന് എഴുതാം? √3/2. ഇനി ഇതാ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, കോസിന്റെ ഏത് വാല്യൂവിനാണ് √3/2 കിട്ടുന്നത്? നമുക്കറിയാം π/6 അല്ലയോ? സോ y = എന്താ? π/6. y = എന്താ? π/6. ഇനി നോക്കുക, π/6 എവിടെയുള്ള ആംഗിളാ? π/6 നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ആംഗിൾ, ഇവിടെ കിടക്കുന്ന ആംഗിൾ അല്ലയോ? π/6. നമ്മുടെ കോസ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്തായിരുന്നു? കോസ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്തായിരുന്നു? -1 to +1 അല്ലയോ? അതേപോലെ റേഞ്ച് എന്തായിരുന്നു? റേഞ്ച് സൈൻ്റെ റേഞ്ച് നമുക്കറിയാം -π/2 to +π/2. കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് എന്തായിരുന്നു? കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് 0 to π. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾ എവിടെ കിടക്കുക? 0യ്ക്കും πയ്ക്കും ഇടയിലുള്ള ആംഗിൾ അല്ലയോ? ആണ്. സോ അതിൻ്റെ എന്താ? പ്രിൻസിപ്പൽ വാല്യൂ തന്നെ നമുക്ക് കിട്ടിയത്. നമ്മൾ ഇനി വേറെ അറേഞ്ച്മെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. π/6 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ തന്നെയാണ്. ഓക്കെ ആണല്ലേ? ഓക്കെ. സോ അതാണ്ട് ഈ ഒരു 3 സ്റ്റെപ്പിൽ എന്ത് ചെയ്ത് ആൻസർ കഴിഞ്ഞ് നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൊസീക് ഇൻവേഴ്സ് ഓഫ് 1/2. ഓക്കെ, കൊസീക് ഇൻവേഴ്സ് ഓഫ് 2. ഇവിടെ നമുക്കൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം ഈസി ആയിട്ട്. കൊസീക്കിന്റെ വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് കാണാറുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചായിരുന്നോ? സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്താ? കൊസീക്ക്. സൈൻ്റെ റെസിപ്രോക്കൽ എന്താ? കൊസീക്ക്. അങ്ങനെ ആണെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ്, തിരിച്ചു പറഞ്ഞാലും ശരിയാണ്, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 1/x എന്തെന്ന് പറയാം? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് രണ്ടും ശരി തന്നെയാണ്. ഇവിടെ നമുക്ക് താണ്ട ഉപയോഗിക്കാം കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്തെന്ന് എഴുതാം? സൈൻ ഇൻവേഴ്സ് ഓഫ്, ഒന്നുമില്ല ഇവിടെ 2 കിടക്കുന്നെങ്കിൽ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ എഴുതുക. റെസിപ്രോക്കൽ എത്ര? 1/2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? y = സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 നമുക്ക് കണ്ടുപിടിക്കണം. ഈസിയാ. സൈൻ y = എന്തെന്ന് എഴുതാം? 1/2 എന്ന് എഴുതാം. വൈയുടെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? നമ്മൾ തൊട്ട് മുന്നേ കണ്ടതല്ലയോ? π/6. സോ y = എന്തെന്ന് കിട്ടി? π/6 എന്ന് കിട്ടി. സൈൻ 30 അല്ലേ 1/2 കിട്ടുന്നത്. സോ y = എന്ത് കിട്ടി? π/6 എന്ന് കിട്ടി. π/6 എവിടെ? -π/2നും +π/2നും ഇടയിൽ കിടക്കുന്ന ആംഗിളാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഓക്കെ, സോ y = π/6 ആയിരിക്കും എന്തോന്ന്? ഇതിന്റെ ആൻസർ. അപ്പോൾ കൊസീക്കിന്റെ ആ വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യല്ലോ. സൈൻ ഇൻവേഴ്സ് 1/x = കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, അല്ലെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് 1/x = സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് വിളിക്കാം. അതുപോലെ വേറെ കുറച്ച് ആൾക്കാരെ പഠിച്ചായിരുന്നില്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്താ? സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് വിളിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x നമുക്ക് എന്ത് വിളിക്കാം? കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടാൻ ഇൻവേഴ്സ് ഓഫ് -√3 അല്ലയോ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇതാണ്ട് ഇങ്ങനെ എഴുതുമല്ലയോ? y = എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് -√3. അല്ലെങ്കിൽ എനിക്ക് പറയാം ടാൻ y = എന്തെന്ന് പറയാം? -√3. ഓക്കെ, നോക്കിയോ, ടാൻ്റെ ഏത് വാല്യൂ, വൈയുടെ ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് -√3 കിട്ടുന്നത്? നമുക്കിത് ചെയ്യാൻ നമ്മൾ സൈൻ്റെ ചെയ്തില്ലയോ? സൈൻ്റെ ചെയ്ത് അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ്റെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് നോക്കും. നമുക്കറിയാം ടാൻ ഓഫ് അതാണ്ടേ π/3 ആണ് എന്ത്? √3 എന്ന് പറയുന്നത്. ടാൻ π/3 ആണെന്തോന്ന്? √3 എന്ന് പറയുന്നത് അല്ലയോ? ടാൻ π/3 ആണെന്തോന്ന്? √3 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം.
സൈൻ പൈ ബൈ 3 ബൈ കോസ് പൈ ബൈ 3. അപ്പോൾ √3/2 ഡിവൈഡഡ് ബൈ 1/2 വരും. ആ ഡിനോമിനേറ്ററിലെ 2 ും കട്ട് ചെയ്ത് പോകും. √3 എന്ന് ആൻസർ വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണാതെ പഠിച്ച് വെച്ചിരിക്കുന്ന വാല്യൂസ് ഇതൊക്കെ +1 കാണാതെ ഒരുപാട് തവണ പഠിച്ച് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതാ, സോൾവ് ചെയ്തിട്ടുള്ള ഈ വാല്യൂസ് ഒക്കെ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, നമുക്ക് എന്ത് ചെയ്യണം, ഈ ജനറൽ ആയിട്ടുള്ള സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും ഇങ്ങനത്തുള്ള വാല്യൂസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, കാണാതെ പഠിച്ചേ പറ്റത്തുള്ളൂ. സീക്കും കൊസീക്കും കോട്ടും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എനിക്ക് എങ്ങനെ എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എനിക്ക് എങ്ങനെ എഴുതാം, സീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് എഴുതി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും വാല്യൂസ് എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, സോ ടാൻ പൈ ബൈ 3 ഈക്വൽ ടു എന്താണെന്ന് പറയാം, √3 എന്ന് നമുക്കറിയാം. ടാൻ പൈ ബൈ 3 ഈക്വൽ ടു √3. ഇനി ടാൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ +1 പഠിച്ചതാ, ടാൻ ഓഫ് നമ്മുടെ സൈൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെ, ടാൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ടാൻ തീറ്റ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ടാൻ ഓഫ് -π/3 എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ടാൻ π/3, മൈനസ് ടാൻ π/3 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ടാൻ π/3 എന്ന് പറഞ്ഞാൽ -√3. ഓക്കെ, സോ ടാൻ ഓഫ് -π/3 ആണ് നമുക്ക് എന്ത് കിട്ടിയത്, -√3 കിട്ടിയത്. അതായത് വൈയുടെ വാല്യൂ എന്താ, ഇവിടെ വൈയുടെ വാല്യൂ -π/3. ഓക്കെ ഇല്ലയോ? ഓക്കെ, സോ y ഈസ് ഈക്വൽ എന്ത് കിട്ടി, -π/3. ഇനി നോക്കുക, -π/3 എവിടെ ഉള്ള ആളാ, -π/3 ആണ്ട 4th ക്വാഡ്രന്റിൽ കിടക്കും അല്ലയോ. π/3 ക്ലോക്ക് വൈസിൽ അളന്നാൽ നമ്മൾ അതിനെ വിളിക്കും -π/3 എന്ന്. ഓക്കെ, സോ -π/3 എന്ന് പറഞ്ഞാൽ -π/2 നും +π/2 നും ഇടയിലുള്ള ആംഗിളാ. സോ അത് നമ്മുടെ എന്താണ്, പ്രിൻസിപ്പിൾ വാല്യൂ. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്താ, ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ റേഞ്ച് എന്തായിരുന്നു, റേഞ്ച് എന്ന് പറയുന്നത് -π/2 മുതൽ +π/2 വരെ. -π/2 +π/2 നമ്മൾ എങ്ങനെ ഇടും, ഓപ്പൺ ബ്രാക്കറ്റ്. സൈൻ്റെ കേസ് ആണെങ്കിൽ അത് രണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരുന്നു. ഇവിടെ എന്താ, ഓപ്പൺ ബ്രാക്കറ്റ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, -π/2 +π/2 ഇടാൻ പറ്റുമോ, ടാനിന് 90 -90 ഇടാൻ പറ്റുമോ, ഇല്ല, നോട്ട് ഡിഫൈൻഡ് ആ വാല്യൂസിൽ. സോ ഈ -π/2 +π/2 വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റാത്ത വാല്യൂസാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ, y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് വിളിക്കാം കോസ് y ഈസ് ഈക്വൽ ടു എന്താ, -1/2. കോസ് y ഈസ് ഈക്വൽ ടു -1/2. ഇവിടെ ഏതാണ്ട് നിങ്ങൾ നോക്കുക, കോസിന്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്, ആദ്യം മാഗ്നിറ്റ്യൂഡ് നോക്കുക. കോസിന്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്, നമുക്കറിയാം കോസ് 60 അല്ലേ, കോസ് 60 അല്ലെങ്കിൽ കോസ് π/3. കോസ് π/3 എന്ത് കിട്ടുന്നത്, നമുക്ക് 1/2 കിട്ടുന്നത്. ഓക്കെ, ഇനി കോസ് ഓഫ് 180 - θ എന്താ, കോസ് ഓഫ് π - θ അല്ലെങ്കിൽ കോസ് 180 - θ എന്താ, മൈനസ് കോസ് തീറ്റ. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലയോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് 180 - θ ഈക്വൽ എന്താ, മൈനസ് കോസ് തീറ്റ. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ട് സൈൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു, സൈൻ ഓഫ് -θ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ടാൻ ഓഫ് -θ ഈക്വൽ ടു മൈനസ് ടാൻ തീറ്റ. കോസ് ഓഫ് -θ എന്താ, കോസ് ഓഫ് -θ ഈക്വൽ ടു എന്ത് തന്നെയാ, കോസ് തീറ്റ തന്നെ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള, +1 പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓർത്ത് വെച്ചേക്കുക. സൈൻ ഓഫ് -θ മൈനസ് സൈൻ തീറ്റ, ടാൻ ഓഫ് -θ മൈനസ് ടാൻ തീറ്റ, കോസ് ഓഫ് -θ കോസ് തീറ്റ തന്നെ. അപ്പോൾ കോസിൻ്റെ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്, കോസ് ഓഫ് 180 - θ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് കോസ് തീറ്റ കിട്ടും. ഇത് നമ്മൾ പ്രോപ്പർട്ടി +1 പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചേക്കുക. കോസ് ഓഫ് 180 - θ എന്ത് തന്നെയാണ്, മൈനസ് കോസ് തീറ്റ. ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ, ഇതാ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം കോസ് ഓഫ് π - θ ആണെന്ന് തോന്നുന്നു മൈനസ് കോസ് തീറ്റ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം കോസ് ഓഫ് π - π/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് കോസ് π/3 ആയിരിക്കും. ഓക്കെ, കോസ് ഓഫ് π - π/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് കോസ് π/3 ആയിരിക്കും. അല്ലെങ്കിൽ കോസ് ഓഫ് π - π/3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മൈനസ് കോസ് π/3 എത്ര, കോസ് π/3 1/2, അല്ലെങ്കിൽ അതെന്തായിരിക്കും, -1/2. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലായി -1/2 വാല്യൂ വരണമെങ്കിൽ ഈ y എന്തായിരുന്നു, y എന്ന് പറയുന്നത് π - π/3 അല്ലയോ. സോ y ഈസ് ഈക്വൽ ടു എന്താ, π - π/3. ഓക്കെ, ജസ്റ്റ് ഇതാണ്ട് നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോക്കുമ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. -1/2 ആണല്ലോ വന്നത്, മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്താ, 1/2. 1/2 വരണമെങ്കിൽ ആരാ വരേണ്ടത്, π/3. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും, ഇത് π/3 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും, π - π/3 ആയിരിക്കും. ഓക്കെ,
അപ്പം മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡ് കിട്ടാനുള്ള വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, പൈ മൈനസ് പൈ ബൈ 3 ചെയ്താൽ മതി, പൈ മൈനസ് പൈ ബൈ 3 ചെയ്താൽ മതി. ഇനി നമ്മുടെ സൈൻ്റെയും ടാൻ്റെയും കേസിലായിരുന്നെങ്കിലോ ഈ സാധനം കണ്ടുപിടിച്ചിട്ട് അതിനെന്ത് കൊടുത്താൽ മതി, അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ കോസിൻ്റെ കേസിലാവുമ്പോഴോ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിൻ്റെ കേസിലാവുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യണം, പൈ മൈനസ് ആ വാല്യൂ കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ എന്ത് വരും, പൈ മൈനസ് പൈ ബൈ 3. പൈ മൈനസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര, 3 പൈ മൈനസ് പൈ എത്ര, 2 പൈ ഡിവൈഡഡ് ബൈ 3. ഈസി അല്ലയോ, ഈസിയാ. ഓക്കെ, സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് നിങ്ങൾ ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഞാൻ എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങളിത് ആണ്ട ഓർത്ത് വെച്ചേക്കുക, ഇതിൻ്റെ റിയൽ റീസൺ ബിഹൈൻഡ് ദിസ്. ഓക്കെ, നോക്കിക്കോ. നമുക്കറിയാം നമുക്കിവിടെ 1/2 മാഗ്നിറ്റ്യൂഡ് വരണം. 1/2 മാഗ്നിറ്റ്യൂഡ് വരണം. 1/2 മാഗ്നിറ്റ്യൂഡ് വരണമെങ്കിൽ എന്തായിരിക്കണം ആംഗിൾ, പൈ ബൈ 3 ആയിരിക്കണം ആംഗിൾ. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് മാഗ്നിറ്റ്യൂഡാണ്. മാഗ്നിറ്റ്യൂഡ് എത്ര നിന്ന്, പൈ ബൈ 3. പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ എത്ര, 60 ഡിഗ്രി. സോ ഇവിടെ 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലും 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം, തേർഡ് ക്വാഡ്രന്റിലും 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം, ഫോർത്ത് ക്വാഡ്രന്റിലും 60 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ടായിക്കൂടെ, ഉണ്ടാക്കാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ കോസ് എടുത്താൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടും, 1/2 കിട്ടും. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ കോസ് എടുത്താലും ആംഗിൾ എന്ത് കിട്ടും, കോസിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1/2 കിട്ടും. പക്ഷെ അവിടെ കിട്ടുന്ന 1/2 എന്തൊരു 1/2 ആയിരിക്കും, നെഗറ്റീവ് 1/2 ആയിരിക്കും. ആയിരിക്കത്തില്ലയോ? കാരണം എന്താ, ഇവിടെ എല്ലാവരും പോസിറ്റീവാണ്, ഇവിടെ സൈൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. അപ്പോൾ ഇവിടെ കോസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മുടെ ഈ ക്വാഡ്രന്റ് എടുത്ത് നോക്കുക. ഈ ക്വാഡ്രന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ട്രയാങ്കിൾ എടുത്ത് അതിൻ്റെ കോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1/2 തന്നെയാണ്. ഇനി ഇവിടെ ടാൻ ആണ് പോസിറ്റീവ്, സോ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എല്ലാവരും പോസിറ്റീവ്, ഇവിടെ സൈൻ, ഇവിടെ ടാൻ, ഇവിടെ കോസ്. പക്ഷേ ഇതാണ്ട് ഈ ട്രയാങ്കിൾ എടുത്ത് കൺസിഡർ ചെയ്ത് നമ്മൾ കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, +1/2 ആയിരിക്കും. അപ്പോൾ കോസിന് ശരിക്കും +1/2 കിട്ടുന്ന എവിടെയൊക്കെയാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂസ് കിട്ടുന്ന എവിടെയൊക്കെയാണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലും ലാസ്റ്റ് ഫോർത്ത് ക്വാഡ്രന്റിലും. ബാക്കി രണ്ടിടത്തും എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോസിൻ്റെ വാല്യൂ -1/2 വരുന്നുണ്ട്, മൈനസ് വാല്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ എടുത്തത് ഏത് വാല്യൂവാ, സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള വാല്യൂ എടുത്തത്. കാരണം എന്താ, നമുക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് 0 to π വരെയാണ്. കോസ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ, 0 to π വരെ. അതായത് ഫസ്റ്റ് രണ്ട് ക്വാഡ്രന്റിലുള്ള ആംഗിൾസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം നെഗറ്റീവ് വാല്യൂസ് വരുന്നത് ഇവിടെ കുറേ വാല്യൂസ് ഉണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ തേർഡ് ക്വാഡ്രന്റിൽ കുറേ വാല്യൂസ് ഉണ്ട്, അതൊന്നും നമ്മൾ എന്ത് ചെയ്യത്തില്ല, എടുക്കത്തില്ല. കാരണം നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ കിടക്കുന്നത് അവിടെ ഈ റേഞ്ചിനകത്താണ്, 0 മുതൽ π വരെ. അപ്പോൾ അതിനകത്തുള്ള ആംഗിളേ എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, അതുകൊണ്ട് ഇത്ര ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ആംഗിൾ എപ്പോഴും അളക്കുന്നത് ഇവിടുന്ന പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന്. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ വരെയുള്ള ആംഗിൾ എത്ര ആയിരിക്കും, ഞാനത് വേറൊരു കളറിൽ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ആംഗിളാണ് നമ്മൾ അളക്കുന്നത്. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര, കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഇത് ഇത്രയും എത്ര, പൈയിൽ നിന്ന് എത്ര കുറഞ്ഞു, π/3 കുറഞ്ഞു. സോ π - π/3 എന്ന് പറയുന്ന ആ ആംഗിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ഇത്ര ആലോചിക്കുക, മാഗ്നിറ്റ്യൂഡ് നോക്കുക, ഏതാണെന്ന് നോക്കുക, അതിനെ എന്ത് ചെയ്യുക, y = π - π/3 എന്നാക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് നെഗറ്റീവ് കൊടുക്കുക. ആംഗിൾ മാഗ്നിറ്റ്യൂഡ് നോക്കി ആംഗിൾ കണ്ടുപിടിക്കുക, ആ ആംഗിളിന് എന്ത് കൊടുക്കുക, നെഗറ്റീവ് കൊടുക്കുക. സൈൻ ആണെങ്കിലും അങ്ങനെ തന്നെ, ടാൻ ഇൻവേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേ കോസ് ഇൻവേഴ്സ് ആണെങ്കിലോ മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡ് നോക്കി ആംഗിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ആ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ y കണ്ടുപിടിക്കുക, എന്ത് ചെയ്യുക, π - π/3 ചെയ്യുക. ഓക്കെ, π മൈനസ് ആംഗിൾ ചെയ്യുക. ഈസി അല്ലയോ, ഈസിയാണ്. ഓക്കെ, നോക്കാം. അങ്ങനെ ആണെങ്കിൽ ഇതാണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അതാണ്ട് ഇവിടെ തന്നെ പറയാം, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2. ഓക്കെ, ജസ്റ്റ് നോക്കുക, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. മാഗ്നിറ്റ്യൂഡ് എന്തുവാ, √3/2. മാഗ്നിറ്റ്യൂഡ് എന്തുവാ, √3/2. ഓക്കെ, ഇത് വേറെ കണക്കാന്നേ. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്തുവാ, √3/2. √3/2 കിട്ടുന്ന എവിടെ, π/6 അല്ലയോ, π/6. നമുക്ക് ആൻസർ വരണമെങ്കിൽ എന്ത് ചെയ്യണം, π - π/6 ചെയ്യണം. π - π/6 എത്ര, 5π/6.
ഓക്കെ ഓക്കെ, ഈസി അല്ലയോ? ഈസിയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലയോ ഇത് നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു MCQ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത് ഇരുന്ന് ആൻസർ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റെപ്പ് എഴുതും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കാം. അങ്ങനെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് -1 നോക്കിക്കൊണ്ട് ആൻസർ പറ. ഇതാ നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് നോക്കുക, 1. മാഗ്നിറ്റ്യൂഡ് 1 കിട്ടുന്ന എവിടെ? π/4. മാഗ്നിറ്റ്യൂഡ് 1 കിട്ടുന്ന എവിടെ? π/4 അല്ലയോ? ടാൻ π/4 ആണ് എന്തോ കിട്ടുന്നത്? 1 കിട്ടുന്നത്. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? π/4 ആയിരിക്കും. പക്ഷെ ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 അല്ല, ടാൻ ഇൻവേഴ്സ് ഓഫ് -1. സോ -1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? -π/4 ആയിരിക്കും അല്ലേ? അതായത് ടാൻ ഓഫ് -π/4 ആയിരിക്കും എന്തോന്ന്? -1. നമ്മൾ നേരത്തെ പഠിച്ചതാ ടാൻ ഓഫ് -θ ഈസ് ഈക്വൽ ടു -tan θ അല്ലയോ? ടാൻ ഓഫ് -π/4 ഈസ് ഈക്വൽ ടു -tan π/4. ടാൻ π/4 എത്ര? 1. സോ -tan π/4 -1 കിട്ടും. ഈസി അല്ലയോ? ഈസിയാണ്. സ്റ്റെപ്പ് വല്ലതും എഴുതണോ? സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്യാം? കണ്ടുകൊണ്ട് തന്നെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, സ്റ്റെപ്പ് എഴുതണമെങ്കിൽ നമ്മൾ ഇത്രയും നേരം ഫോളോ ചെയ്ത് വന്നതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് എഴുതി പോകുക അല്ലയോ? എങ്ങനെയാ? y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് -1 അല്ലെങ്കിൽ ടാൻ y ഈസ് ഈക്വൽ ടു -1. സോ y ഈസ് ഈക്വൽ ടു -π/4. ഓക്കെ ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താണ്ട ഈ സ്റ്റെപ്പും യൂസ് ചെയ്യാം. എങ്ങനെയാ? ടാൻ ഓഫ് -π/4 ഈസ് ഈക്വൽ ടു -tan π/4 നമ്മുടെ പ്രോപ്പർട്ടി അല്ലയോ? അല്ലെങ്കിൽ ടാൻ ഓഫ് -π/4 ഈസ് ഈക്വൽ ടു -1. ഈസി അല്ലയോ? ഈസിയാ. നോക്കി. അങ്ങനെ ഏതാണ്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3. ഓക്കെ, സീക്ക് അറിയത്തില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്കറിയാം. സീക്ക് ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ഈസ് ഈക്വൽ ടു എന്താ? സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. നമ്മളിങ്ങനെ എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അതായത് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എനിക്ക് എങ്ങനെ എഴുതാം? സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എനിക്ക് എങ്ങനെ എഴുതാം? സീക്ക് 1/cos ആണല്ലോ സീക്ക്. ഇപ്പൊ റെസിപ്രോക്കൽ ആരാ? കോസ്. ഇതിനെ എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് അതിന്റെ 2/√3 ആണെങ്കിൽ അതിന്റെ നേരെ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. എന്ത് ചെയ്യാം? √3/2 എന്ന് എഴുതാം അല്ലയോ? ഇവിടെ എക്സ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. ഈസി അല്ലയോ? ഈസിയാ. സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2/√3 എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എന്ന് എഴുതാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 അല്ലെങ്കിൽ നമുക്ക് പറയാം കോസ് y ഈസ് ഈക്വൽ ടു √3/2. കോസിന്റെ ഏത് വാല്യൂവിനാണ് √3/2 കിട്ടുന്നത്? നമുക്കറിയാം കോസ് 30 അല്ലയോ? കോസ് 30 എന്ന് പറഞ്ഞാൽ എത്ര? π/6. സോ y ഈസ് ഈക്വൽ ടു എന്ത് വരും? π/6. ഓക്കെ, π/6 എവിടെ ഉള്ളതാളാ? π/6 നമ്മുടെ എവിടെ ഉള്ള ആളാ? 0ക്കും π-ക്കും ഇടയിലുള്ള ആളാ അല്ലയോ? സോ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കോട്ട് ഇൻവേഴ്സ് ഓഫ് √3 അല്ലയോ? y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് √3. നമുക്കറിയാം കോട്ടിന്റെ വാല്യൂസ് ഒന്നും അറിഞ്ഞെങ്കിലും പേടിക്കണ്ട. നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ √3 ആണെങ്കിൽ എന്ത് എഴുതണം? അതിന്റെ ഇൻവേഴ്സ് എടുത്ത് എഴുതണം അല്ലയോ? കോട്ടിന്റെ ഇൻവേഴ്സ് ആണ് ടാൻ. 1/കോട്ട് ആണല്ലോ ടാൻ. ഓക്കെ, അപ്പൊ കോട്ടിന്റെ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ആക്കണം. ഈ √3യുടെ ഇൻവേഴ്സ് 1/√3 ആക്കണം. ഓക്കെ, ശരിക്കും കോട്ടിന്റെ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ഒന്നും അല്ല കേട്ടോ. 1/കോട്ട് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് അല്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കോട്ടിന്റെ ഇൻവേഴ്സ്, കോട്ട് ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ടാൻ ഫംഗ്ഷൻ. സോ കോട്ട് ഇൻവേഴ്സ് എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് എന്നാക്കി എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? അകത്ത് കിടക്കുന്നതിന്റെ റെസിപ്രോക്കൽ എഴുതുക. √3യുടെ റെസിപ്രോക്കൽ എന്താ? 1/√3 ഇല്ലേ? നമ്മൾ നേരത്തെ എല്ലാം എഴുതിയത് അങ്ങനെ തന്നെയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ആയിരുന്നെങ്കിലോ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/x നമുക്ക് എങ്ങനെ എഴുതാം? കോസിന്റെ 1/cos എന്താ? സീക്ക്. സോ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? സീക്ക് ഇൻവേഴ്സ് ഓഫ് ഇവിടെ 1/x ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ സിംപ്ലി x. ഇവിടെ ഇനി x ആയിരുന്നെങ്കിലോ? ഇവിടെ വെറുതെ x ആയിരുന്നെങ്കിലോ? ഇവിടെ വെറുതെ x ആണെങ്കിൽ ഇവിടെ 1/x വരും. ഇവിടെ x ആയിരുന്നെങ്കിൽ ഇവിടെ 1/x. ഓക്കെ, ഇപ്പൊ തിരിച്ചു മറിച്ച് എഴുതാം. നമ്മൾ കണ്ടതാ. ഓക്കെ ഓക്കെ, സോ നമുക്ക് y ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/√3 കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ടാൻ y ഈസ് ഈക്വൽ ടു 1/√3. കാണുമ്പോൾ തന്നെ അറിയാം വൈയുടെ ഏത് വാല്യൂനാ? y ഈസ് ഈക്വൽ ടു π/6. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ കാണാൻ പഠിക്കണം കേട്ടോ. y ഈസ് ഈക്വൽ ടു π/6. ഓക്കെ, ഈ π/6 എന്ന് പറയുന്നത് നമുക്കറിയാം എവിടെ വരുന്നതാ?
എവിടെ വരുന്നതാ ടാനിൻ്റെ അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എവിടെ തൊട്ട് എവിടെ വരാം -π/2 to +π/2 ഓപ്പൺ ബ്രാക്കറ്റ് -π/2 to +π/2 അതിനിടയ്ക്ക് വരുന്ന വാല്യൂ ആണ് +π/6 കുഴപ്പമൊന്നുമില്ല. ഓക്കെ നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ കോസ് ഇൻവേഴ്സ് ഓഫ് -1/√2. ഓക്കെ നമുക്ക് സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ചുമ്മാ എന്ന് പറഞ്ഞു. ഓക്കെ മാഗ്നിറ്റ്യൂഡ് നോക്കുക 1/√2 മാഗ്നിറ്റ്യൂഡ് എന്താ ഇവിടെ 1/√2 മാഗ്നിറ്റ്യൂഡ് 1/√2 ആണെങ്കിൽ y ആംഗിൾ എന്തായിരിക്കും വരുന്നത് ഇതാ നോക്കിയേ 1/√2 വരണം മാഗ്നിറ്റ്യൂഡ് 1/√2 വരണമെങ്കിൽ ആംഗിൾ എത്ര π/4 പക്ഷെ വൈയുടെ വാല്യൂ കിട്ടണമെങ്കിലോ ഇത് കോസ് ഇൻവേഴ്സ് അല്ലേ കോസ് ഇൻവേഴ്സ് സോ നമ്മൾ ആംഗിൾ എങ്ങനെ എഴുതും π - π/4 ആദ്യം മാഗ്നിറ്റ്യൂഡ് നോക്കുക മാഗ്നിറ്റ്യൂഡ് എത്ര 1/√2 മാഗ്നിറ്റ്യൂഡ് കിട്ടാനുള്ള ആംഗിൾ ഏതാ π/4 ഓക്കെ π/4 പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒറിജിനൽ ഫംഗ്ഷൻ്റെ റേഞ്ച് കിട്ടണം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും π - π/4 ചെയ്യും. ഓക്കെ π - π/4 ചെയ്യുമ്പോൾ എത്ര 4π - π 3π/4 ആൻസർ എന്ത് കിട്ടും 3π/4 ഈസി അല്ലയോ ഈസിയാ. ഓക്കെ നോക്കിക്കോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊസീക് ഇൻവേഴ്സ് ഓഫ് -√2 ഇല്ലയോ കൊസീക് ഇൻവേഴ്സ് ഓഫ് -√2 അതിന് എനിക്ക് എങ്ങനെ എഴുതാം കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -√2നെ കൊസീക്ക് 1/sin ആണെന്ന് തോന്നുന്നു കൊസീക്ക് ആയിട്ട് വരുന്നത് സോ അതിനെ എങ്ങനെ എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് ഇവിടെ -√2 ആണെങ്കിൽ എനിക്ക് -1/√2 എഴുതാം. ഓക്കെ സോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരുന്ന സാധനം ഏതാ y = സൈൻ ഇൻവേഴ്സ് ഓഫ് -1/√2. ഓക്കെ ഇനി സൈൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക ഇനി ബാക്കി സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ഡയറക്റ്റ് ഒന്ന് ആൻസർ നോക്കാം. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക എത്ര y = എത്ര വരും മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കുക എത്ര π/4 അല്ലയോ സൈൻ π/4 ആണ് എന്തോന്ന് 1/√2 വരുന്നത് ഇവിടെ വന്നേക്കുന്നത് എന്താ -1/√2 സോ y = എന്തായിരിക്കും -π/4 ആയിരിക്കും. ഓക്കെ സോ നെഗറ്റീവാ വരുന്നെങ്കിൽ സൈൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിന് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി കോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ആ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ടുള്ള ആംഗിൾ കണ്ടുപിടിച്ചിട്ട് പൈയിൽ നിന്ന് അതിനെ കുറയ്ക്കേണ്ടി വരും π - അങ്ങനെ എഴുതേണ്ടി വരും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ താഴെ തന്നേക്കുന്നതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 ഇതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം ടാൻ ഇൻവേഴ്സ് 1 ഓക്കെ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം 1 കിട്ടണമെങ്കിൽ ടാനിൻ്റെ വാല്യൂ എന്തായിരിക്കും π/4 ആയിരിക്കും അല്ലയോ ടാൻ π/4 ആണ് എന്ത് കിട്ടുന്നത് 1 കിട്ടുന്നത് സോ 1 കിട്ടണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും π/4 പ്ലസ് അടുത്ത എന്താ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 കോസിൻ്റെ ഏത് വാല്യൂ മാഗ്നിറ്റ്യൂഡ് ആദ്യം നോക്കാം മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് എന്താ 1/2 കിട്ടുന്ന എത്ര കോസ് 60 അല്ലയോ അല്ലെങ്കിൽ കോസ് π/3 ഇവിടെ പക്ഷേ -1/2 കിട്ടുന്നത് സോ π - π/3 എന്ന് എഴുതേണ്ടി വരും π - π/3 1/2 അല്ലല്ലോ മാഗ്നിറ്റ്യൂഡ് നോക്കിയപ്പോൾ π/3 ശരിയാ പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും -1/2 കിട്ടേണ്ടത് സോ നമ്മൾ എന്ത് ചെയ്യണം π - π/3 എന്ന് എഴുതണം കോസ് ആയതുകൊണ്ട് π - π/3 എന്ന് എഴുതണം. ഓക്കെ സോ അവിടെ ആംഗിൾ എത്ര π - π/3. ഓക്കെ അടുത്തത് പ്ലസ് സൈൻ്റെ 1/2 കിട്ടുന്ന വാല്യൂ ഏതാ π/6 അല്ലയോ ഇവിടെ -1/2 കിട്ടുന്നത് അതായിരിക്കും -π/6. ഓക്കെ ഇല്ലയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിച്ചതാണ് പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും. ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് π - π/3 -π/6 വിച്ച് ഈസ് ഈക്വൽ ടു നോക്കി ഏതാണ്ട് ഇതെല്ലാം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും π/4 പ്ലസ് π - π/3 ഇതെന്ത് ചെയ്യാം 3π/3 എത്ര 2π/3 സോ π/4 പ്ലസ് 2π/3 -π/6 ഒന്നുകൂടെ ചെയ്യാം π/4 പ്ലസ് 2π/3 -π/6 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4π - 3π/6 ഓക്കെ അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പം π/2 എന്ന് വരും സോ π/4 പ്ലസ് π/2 എന്ത് ചെയ്യാം നമുക്ക് 3π/4 ഓക്കെ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3π/4 ആൻസർ കിട്ടും. ഈസി അല്ലയോ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണോ നിങ്ങൾ തനിയെ എന്ത് ചെയ്യുക ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ സോൾവ് ചെയ്യാനൊക്കെ ഈസിയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ LCM എടുത്തൊക്കെ സോൾവ് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ നോക്കാം അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഓക്കെ എങ്ങനെ ചെയ്യാം കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കാണുമ്പോൾ തന്നെ അറിയാം കോസ് ഇൻവേഴ്സ് 1/2 എന്താ കോസ് 60 ആണ് നമുക്ക് 1/2 കിട്ടുന്നത് ഇല്ലയോ അല്ലെങ്കിൽ കോസ്
π/3 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് 1/2 കിട്ടുന്നത്. സോ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു π/3 നമുക്കറിയാം അല്ലയോ. സോ ഫസ്റ്റ് സാധനം π/3 ആണ് പ്ലസ് 2 ഇൻറ്റു സൈൻ്റെ ഏത് വാല്യൂവിനാ 1/2 കിട്ടുന്നത് സൈൻ 30 അല്ലയോ സൈൻ 30 അല്ലെങ്കിൽ π/6 വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും ഇത് കട്ട് ചെയ്യാം π/3 പ്ലസ് π/3 എത്ര 2π/3. ഓക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്തൂടെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അങ്ങനെ ഏതാ നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ ദെൻ ഓക്കെ വൈയുടെ റേഞ്ച് ആണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈയുടെ വാല്യൂ ഏതൊക്കെ ആവാന്ന് ചോദിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ അതായത് റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. വൈയുടെ വാല്യൂ എന്തൊക്കെ ആകാം നമുക്കറിയാം. വൈ ഈസ് ഈക്വൽ ടു എന്താ വൈ എലമെന്റ് ഓഫ് എന്താ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ വൈ എലമെന്റ് ഓഫ് -π/2 മുതൽ +π/2 വരെ അല്ലേ. അതായത് -π/2നും +π/2നും ഇടയിലുള്ള വാല്യൂസ് അല്ലെങ്കിൽ -π/2 ആകാം അല്ലെങ്കിൽ +π/2 ആകാം. ഇത്രയും വാല്യൂസ് ആണ് വൈക്ക് എന്ത് ചെയ്യാൻ സാധ്യത വരാൻ സാധ്യതയുള്ളത്. ഓക്കെ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻ എ സെലക്ട് ചെയ്യാം. വൈ എന്തായിരിക്കും -π/2നേക്കാൾ വലുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആകാം അല്ലെങ്കിൽ π/2നേക്കാൾ ചെറുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആകാം. ബി ആയിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലയോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് √3 tan ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. ഓക്കെ ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുവാന്നേ. tan ഇൻവേഴ്സ് √3 മൈനസ് സീക്കിനെ ഞാനൊന്ന് മാറ്റി എഴുതുക. സീക്കിനെ ഞാൻ എന്താ 1/cos എന്ന് എഴുതാൻ പോവാ. സീക്കിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ 1/cos എന്ന് എഴുതാൻ പോവാ. അല്ല സോറി കോസ് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പോവാ. അങ്ങനെ കോസ് ഇൻവേഴ്സ് എന്നുള്ള ഫോമിൽ എഴുതിയാലോ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 എന്നാക്കാം അല്ലയോ. tan ഇൻവേഴ്സ് √3 എത്ര tan ഇൻവേഴ്സ് √3 π/6 അല്ലേ π/6 സോറി π/3 tan π/3 സോ π/3 കിട്ടും മൈനസ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 1/2 മാഗ്നിറ്റ്യൂഡ് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു വാല്യൂ 1/2 മാഗ്നിറ്റ്യൂഡ് പറഞ്ഞെങ്കിൽ π/3 ആയിരുന്നു വാല്യൂ അല്ലയോ. പക്ഷെ നമുക്കിവിടെ -1/2 അല്ലേ വന്നേക്കുന്നത്. സോ -1/2 ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും π - π/3 എന്ന് വിളിക്കും. സോ ഇത് ശരിക്കും എന്താ 2π/3 2π/3 -2π/3 അപ്പം ആൻസർ എന്ത് കിട്ടും π/3 - 2π/3 -π/3 എന്ന് കിട്ടും. ആൻസർ -π/3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ സോ ഇതിന്റെ ആൻസർ എന്താ ഈ ടോട്ടൽ സാധനത്തിന്റെ ആൻസർ എന്താ അല്ലെങ്കിൽ വാല്യൂ എന്താ -π/3. ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ ഏതാന്ന് നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ ഇവിടെ നമ്മൾ എന്താ വെച്ചിരിക്കുന്നത് ഡൊമൈൻ കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത് അല്ലേ. ഫൈൻഡ് ദ ഡൊമൈൻ y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x - 3 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ ഡൊമൈനാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പോൾ നമ്മൾ NCERT 2.1 എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഡൊമൈൻ കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയത് നോക്കാം. നമുക്കിത് അങ്ങനെ ചെയ്യുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ എളുപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ നോക്കിയേ എങ്ങനെ ഇത് ചെയ്യാൻ നോക്കിയേ. നമുക്കറിയാം y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരുന്നെങ്കിൽ അതിന്റെ ഡൊമൈൻ എന്തായിരുന്നു എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തായിരുന്നു നമുക്കറിയാം അല്ലയോ. -1നും 1നും ഇടയിലുള്ള വാല്യൂസ് -1ഉം 1ഉം ഇടാം. ഓക്കെ അപ്പൊ -1ഉം 1നും ഇടയിലുള്ള വാല്യൂസ് നമ്മുടെ നമ്പർ ലൈൻ നോക്കുകയാണെങ്കിൽ ഇതാ നോക്കിയേ ഇത് 0 ഇതാണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ 1 ആയിരുന്നു വിചാരിക്കുക ഇവിടെ -1 ആണെന്ന് വിചാരിക്കുക. സോ ഈ -1നും 1നും ഇടയിലുള്ള എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം -1ഉം 1ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ ആയിട്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ ഫംഗ്ഷൻ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ എക്സ് അല്ല ജസ്റ്റ് എക്സ് എന്നും പറഞ്ഞ് കിടക്കുമല്ലോ. ഇവിടെ എന്താ കിടക്കുന്നത് 2x - 3 എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഈ 2x - 3ക്കകത്ത് എക്സിന് ഏതൊക്കെ കൊടുക്കാം എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. നമുക്കറിയാം എന്തായാലും സൈൻ ഇൻവേഴ്സ് എന്നും പറഞ്ഞ് ഇതിന്റെ അകത്ത് വരുന്ന സാധനം ഏതിനിടയ്ക്കായിരിക്കണം -1നും 1നും ഇടയ്ക്കായിരിക്കണം. അത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമല്ലോ. സൈൻ ഇൻവേഴ്സ് എന്നും പറഞ്ഞ് ഇതിനകത്ത് വരുന്ന ആ വാല്യൂ എപ്പോഴും എന്തായിരിക്കും -1നും 1നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. അതെന്തായാലും നമുക്കറിയാം. അങ്ങനെ ആയാൽ നമുക്ക് ഉറപ്പായിട്ടും പറഞ്ഞൂടെ ഈ 2x - 3 എന്ന് പറയുന്ന വാല്യൂ എവിടെ വരണം ഈ ടോട്ടൽ ഈ അകത്ത് കിടക്കുന്ന ടോട്ടൽ സാധനത്തിന്റെ വാല്യൂ ഏതിനും ഇടയ്ക്കായിരിക്കണം -1നും 1നും ഇടയിലായിരിക്കണം. -1ഉം ആവാം +1ഉം ആവാം. സോ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്തു. ഓക്കെ അപ്പൊ ഇതിനിടയ്ക്ക് വരണം ഇതിനകത്ത് കിടക്കുന്ന വാല്യൂ അതായത് 2x - 1 എന്ന് പറയുന്നത് എന്തായിരിക്കണം << ആകാം അല്ലെങ്കിൽ എന്താവണം > -1 ആവണം അല്ലയോ. -1നേക്കാൾ വലുതുമായിരിക്കണം 2x - 3 എന്ന് പറയുന്ന സാധനം ഈക്വലും ആവാം കുഴപ്പമില്ല. ഇനി എന്തായിരിക്കണം 1നേക്കാൾ ചെറുതുമായിരിക്കണം ഈക്വൽ ആവാൻ കുഴപ്പമില്ല. ഓക്കെ സോ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതി കൂടെ എഴുതാം ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലയോ. അങ്ങനെ ആയതാണ് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് എക്സ് മാത്രം ആക്കണം. എക്സിന് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ.
കണ്ടുപിടിക്കണം. ഇവിടെ എക്സ് മാത്രമല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ആളായിട്ടുള്ളൂ. സോ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ എന്താ വിളിച്ചത്? ഡൊമെയിൻ എന്ന് വിളിച്ചത് അല്ലേ? നമുക്ക് ആ ഒരു ഫംഗ്ഷനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഡൊമെയിൻ എന്ന് വിളിച്ചത്. ഓക്കെ, അങ്ങനെ ഏതാ നോക്കിയേ, എക്സ് മാത്രമാക്കണം. ഞാനൊരു +3 കൊണ്ട് ലെഫ്റ്റ് സൈഡിലും +3 കൊണ്ട് റൈറ്റ് സൈഡിലും +3 കൊണ്ട് താണ്ട് ഈ ടേമിന് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഒരു +3 കൊടുക്കാൻ പോവാ. സോ ഇവിടെ 3 - 1 എന്താവും? ഇത് 2 ആവും. 2x - 3 + 3 എന്താവും? 2x മാത്രമാവും. ഇനി 1 + 3 എന്താവും? 4 ആവും. ഓക്കെ ആണേ? ഓക്കെ. ഇനി ഞാൻ എക്സ് മാത്രം ഒറ്റയ്ക്കാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? 2 കൊണ്ട് എന്ത് ചെയ്യുക? മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുക. സോ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എനിക്ക് ആൻസർ എന്ത് കിട്ടും? 1 ≤ x ≤ 2 എന്ന് കിട്ടും. കിട്ടത്തില്ലയോ? കിട്ടും. 1 ≤ x ≤ 2 എന്ന് കിട്ടും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആകാം, 1നേക്കാൾ വലുതും ആകാം അല്ലയോ? എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആകാം. നമ്മുടെ നമ്പർ ലൈൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1 ആകാം, 1നേക്കാൾ വലുതും ആകാം. സോ ഈ വാല്യൂ എടുക്കാം, ഇതിനെക്കാട്ടിയും വലുതും ആകാം. ഈ വാല്യൂ എടുക്കാം, ഇതിനെക്കാട്ടിയും വലുതും ആകാം. ഇനി എന്തായിരിക്കണം? 2 ആകാം, 2നേക്കാൾ ചെറുതുമായിരിക്കണം. ഓക്കെ, ഈ വാല്യൂ ഏതൊക്കെയാവാം? 1 കഴിഞ്ഞിട്ട് ഇവിടെ 2 ഉണ്ടെന്ന് വിചാരിക്കുക, 2 ആകാം, കുഴപ്പമില്ല. പക്ഷേ 2നേക്കാൾ ചെറുതുമായിരിക്കണം. സോ ഇതിനിടയ്ക്ക് കിടക്കുന്ന ഈ വാല്യൂസ് എക്സിന് എടുക്കാൻ പറ്റും. അതായത് 1നും 2നും ഇടയിൽ കിടക്കുന്ന വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? എക്സിന് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് 1നും 2നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ എക്സിന് ഇട്ട് കൊടുത്താലും ഈ ടോട്ടൽ സാധനത്തിന്റെ വാല്യൂ ഏതിൻ്റെ ഇടയ്ക്ക് നിൽക്കും? -1നും +1നും ഇടയ്ക്ക് നിൽക്കും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എക്സിന് 1നും 2നും ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ 2x - 3 എന്ന് പറയുന്ന സാധനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? -1നും 1നും ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ ഓക്കെ. സോ നമുക്ക് കണ്ടീഷൻ മനസ്സിലായി. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 1നും 2നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും. 1 ഇൻക്ലൂഡ് ചെയ്യാം, 2 ഇൻക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ഡൊമെയിൻ കിട്ടി. ഡൊമെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് എലമെന്റ് ഓഫ് നമുക്ക് ഡൊമെയിൻ എങ്ങനെ എഴുതാം? 1നും 1 to 2 ഇല്ലയോ? 1 എടുക്കാം, 2 എടുക്കാം. സോ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. സോ ഡൊമെയിൻ കണ്ടുപിടിച്ചില്ലയോ? ഈസിയിലും അങ്ങനത്തുള്ള കണക്ക് ചെയ്യാൻ. ഓക്കെ.